കിച്ചണിലേക്ക് നോക്കാതെ തന്നെ ഓർഡർ കൊടുക്കുന്ന സപ്ലയർ തൊട്ട് തട്ടിൽ മീൻ പൊരിക്കുന്ന ചേച്ചിമാർ വരെ തിരക്കോട് തിരക്കിൽ. രാവിലെ 11:30 മുതൽ നിൽക്കാനും സംസാരിക്കാനും ഒന്നും നേരമില്ലാത്തത്ര തിരക്കിലാണ് ഹോട്ടലിലുള്ളവരെല്ലാം. അടുക്കളയിലെ കല്ലിലങ്ങനെ മുരിഞ്ഞു വരികയാണ് അയലയും അയക്കൂറയും നെത്തലുമെല്ലാം. ഇനി നേരമേറെ എടുക്കാതെ ഇവയൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞ് ഊൺമേശകളിലെത്തും. കണ്ണൂർ മാനന്തവാടി റോഡിൽ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലെ ശ്രീനാരായണ ഹോട്ടലിൽ നിന്നുള്ള കാഴ്ചകൾ എന്നും ഇങ്ങനെയാണ്. അയക്കൂറയും അയലയും സ്രാവും മാന്തയും തൊട്ട് 17 തരം മീൻ വിഭവങ്ങൾ. കൂട്ടത്തിൽ മീൻതലയും എളമ്പക്കയും കല്ലുമ്മക്കായയും. വറുത്തതും വറ്റിച്ചതും മുളകിട്ടതും പൊരിച്ചതുമൊക്കെ ഇവിടെ കിട്ടും. മീൻ കറിയുടെയും മീൻ വിഭവങ്ങളുടെയും പേരിലാണ് ഈ ഹോട്ടൽ പ്രശസ്തി നേടിയത്. 50 രൂപയ്ക്ക് നൽകുന്ന സാധാരണ ഊണിനൊപ്പം മീൻകറി, കൂട്ടുകറി, സാമ്പാർ, പച്ചടി, ഓലൻ, കാളൻ എന്നിവയും ഉണ്ടാകും. ഒപ്പം പ്രഥമനും കഴിക്കാം. സ്പെഷ്യലായി ലഭിക്കുന്നതാണ് മത്സ്യം മുളകിട്ടതും പൊരിച്ചതും കക്ക വറുത്തതുമൊക്കെ. മത്സ്യങ്ങൾ വറുത്തും മുളകിട്ടും വറ്റിച്ചും തീന്മേശയിലെത്തുമ്പോൾ അറിയാതെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിപ്പോകുന്ന രുചിയാണ് ഓരോ ഐറ്റത്തിനും. വയനാട് വഴിയാണ് വന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരുപാട് ആളുകളെ ഇവിടെ കണ്ടത് ഹോട്ടലിൻ്റെ മുൻവശത്ത്. അപ്പോൾ നമ്മൾ ആളുകൾ കൂടുതലുള്ള സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പൊതുവെ സ്വീകരിച്ച് യാത്രക്കാരെന്ന രീതിയിൽ പൊതുവെ സ്വീകരിച്ചു വരുന്ന സമീപനം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന രീതിയിലേക്ക് നല്ല ഭക്ഷണവും മീൻ വറുത്തതും അതുപോലെ തന്നെ നല്ല മീൻ കറിയും സാമ്പാറും മറ്റ് സൈഡ് ഡിഷൊക്കെ ആയിട്ട് നല്ല രുചികരമായ ഭക്ഷണം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് ഇത്. മീൻ വിഭവങ്ങൾ പോരെങ്കിൽ മട്ടൻ ചാപ്സ്, മട്ടൻ ലിവർ, മട്ടൻ തല, ചിക്കൻ കറി, ചിക്കൻ പാർട്സ് എന്നിവയുമുണ്ട്. കുടുംബമായും കൂട്ടായും വാഹനത്തിലെത്തുന്നവർ നിരവധി. കൂത്തുപറമ്പിന് സമീപത്തുള്ള പ്രസാദ്, റഷീദ്, മനോജ്, ബഷീർ എന്നിവരുടെ കൂട്ട് സംരംഭമാണ് ഈ ഹോട്ടൽ. മുഴുവൻ സമയ മേൽനോട്ടത്തിന് മാനേജിംഗ് പാർട്ണർ പ്രസാദ് രംഗത്തുണ്ട്. ലാഭനഷ്ടങ്ങൾക്കുപരിയായി ഉണ്ണാനെത്തുന്നവരുടെ സംതൃപ്തിയാണ് ഈ ഹോട്ടലിന്റെ ഉടമകൾക്ക് പ്രധാനമെന്ന് പ്രസാദ് പറയുന്നു. നാടൻ ശൈലിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ, അതേപോലെ കൃത്രിമ രസക്കൂട്ടുകളില്ലാത്ത ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. മുളക് പൊടിച്ചതും അങ്ങനെയുള്ള നമ്മൾ നാട്ടിൻപുറത്തെ ഒരു ശൈലിയാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ നമ്മൾ ഇത്രയും 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ വിജയം ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ജീവനക്കാരാണ്. അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് ഞങ്ങളവരെ ചേർക്കുകയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മീൻ വറുക്കുന്നു. കൃത്രിമ നിറങ്ങളോ പൊടികളോ ചേർക്കാത്ത കറികൾ എല്ലാം ഉടമകളുടെ മേൽനോട്ടത്തിൽ ഒരുക്കുന്നു. അടുക്കളയിലെ പാചകത്തിനും ഭക്ഷണ വിതരണത്തിനും 10 പേരാണ് അണിയറക്കാർ. ഇവരിൽ 5 പേർ സ്ത്രീകൾ. 2021 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ രുചിയിലും വൃത്തിയിലും ഊൺ നൽകാൻ ഈ ഹോട്ടൽ ശ്രദ്ധിക്കുന്നു. ഇതാണ് ശ്രീനാരായണ ഹോട്ടലിലെ രുചിയുടെ രഹസ്യം. ശ്രീനാരായണയിലെ നാടൻ രുചി ആസ്വദിക്കാൻ എത്തുന്നവരിൽ പുതുതലമുറക്കാരും പിന്നിലല്ല. സെലിബ്രിറ്റികളും ജനനേതാക്കളും ഒരുപോലെ തേടിയെത്തുന്ന ഇടമാണ് ശ്രീനാരായണ ഹോട്ടൽ. വിനീത് ശ്രീനിവാസനും എം ജയചന്ദ്രനും ഷാഫി പറമ്പിലും PK കൃഷ്ണദാസുമൊക്കെ ഇവിടുത്തെ വിഭവങ്ങളുടെ വൈവിധ്യം കേട്ടുമറിഞ്ഞുമെത്തിയവരിൽ ചിലരാണ്. ETV ഭാരത്, കണ്ണൂർ.